നമസ്കാരം. 2005 തുടക്കത്തിലാണ് എമീർ ഹൈസനാജിന് ഇംഗ്ലണ്ടിലെ ടോൺബ്രിഡ്ജിലെ ഡിപ്പോയിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും എന്നതിനെ കുറിച്ച് ഒരു സൂചന ലഭിക്കുന്നത്. അവൻ യഥാർത്ഥത്തിൽ ഒരു കരാർ ജീവനക്കാരനാണ്. 2000 ആണ്ട് മുതൽ അവൻ മറ്റൊരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ഏജൻസി അവനോട് ആ ഡിപ്പോയിലേക്ക് അവനെ ഡിസംബറോടുകൂടി മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ആഗ്രഹം ഉണ്ടാവുകയാണ്. അതിന്റെ കാരണം ആ ഡിപ്പോയാണ്. ആ ഡിപ്പോ ഇംഗ്ലണ്ടിലെ നോട്ട് വിതരണവുമായി ശരിക്കും ഡയറക്റ്റ് ബന്ധമുള്ള സ്ഥലമാണ്. എസെക്സിൽ നിന്ന് പ്രിന്റ് ചെയ്ത് വരുന്ന ആ നോട്ട് ആ ഡിപ്പോയിലേക്കാണ് എത്തുന്നത്. അതൊരു സെക്യൂരിറ്റീസ് ഡിപ്പോയാണ്. അതേ സെക്യൂരിറ്റി ഡിപ്പോയിലേക്കാണ് ഇംഗ്ലണ്ടിലെ വിവിധ സ്ഥലങ്ങളിൽ ആളുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞ നോട്ട് ബാങ്കുകളിൽ എത്തുമ്പോൾ അവിടെ നിന്ന് കവചിത വാഹനങ്ങളിൽ എത്തുന്നത്. ഈ കവചിത വാഹനങ്ങളിൽ എത്തുന്ന പഴയ നോട്ടുകളും അതേസമയത്ത് എസെക്സ് നിന്ന് പ്രിന്റ് ചെയ്ത് വരുന്ന പുതിയ നോട്ടുകളും ഈ ഡിപ്പോയിലെത്തും. ആ ഡിപ്പോയിൽ ആ നോട്ടുകൾ 10 പൗണ്ട് 20 പൗണ്ട് 50 പൗണ്ട് എന്ന നിലയിൽ ശരിക്കും ബണ്ടിലുകളാക്കും, ബ്രിക്സ് ആക്കി മാറ്റും. എന്നിട്ട് അത് ഇംഗ്ലണ്ടിൽ അങ്ങോളം ഇങ്ങോളമുള്ള ATMകളിൽ നിറയ്ക്കാൻ കൊണ്ടുപോകുന്ന പരിപാടിയാണ് അവിടെ ആ സെക്യൂരിറ്റീസ് ഡിപ്പോയിൽ നടക്കുന്നത്. 80 ജീവനക്കാർ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടാവും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലേക്കാണ് എമീർ ഹൈസനാജിനെ ഇപ്പോ അവന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസി അയക്കാൻ പോകുന്നത്. 2005 ജനുവരിയോട് അടുപ്പിച്ച് ആ കാര്യം പറഞ്ഞ എമീർ അവൻ സ്ഥിരമായി ചെല്ലുന്ന മാർഷൽ ആർട്സ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തുള്ള അവന്റെ സുഹൃത്തായ ബുക്കാപ്പോനോട് പറഞ്ഞു. ബുക്കാപ്പോ ആ വിവരം ആ മാർഷൽ ആർട്സ് അവന്യൂ റൺ ചെയ്യുന്ന ലീ റുഷയോട് പറഞ്ഞു. ലീ റുഷ ആ കാര്യം അറിഞ്ഞ ആ നിമിഷം മുതൽ ശരിക്കും വളരെ വ്യക്തമായ ഒരു പ്ലാന് പതുക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇംഗ്ലണ്ടിന് ആവശ്യമായ എല്ലാ നോട്ടുകളും സപ്ലൈ ചെയ്യുന്നത് ഇതുപോലുള്ള ഡിപ്പോൾ വഴിയാണ്. ശരിക്കും 5 ഏജൻസികൾക്കാണ് ഈ നോട്ട് വിതരണത്തിന്റെ ചുമതല ഉള്ളത്. അതിൽ ഒരു ഏജൻസിയുടെ കീഴിലാണ് ഈ പറയുന്ന കെന്റിലെ ആ ഡിപ്പോ ഇരിക്കുന്നത്. ആ ഡിപ്പോ അവിടെ സ്ഥാപിച്ചതിന് ഒരു കാരണമുണ്ട്. തൊട്ട് സമീപത്ത് 3 പോലീസ് സ്റ്റേഷനുകളുണ്ട്. ആ പോലീസ് സ്റ്റേഷനുകൾ എപ്പോഴും സജീവമാണ്. പോലീസുകാരുടെ സജീവ ശ്രദ്ധയിൽ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടും എല്ലാ ടൈമിലും നിരീക്ഷണത്തിന് വിധേയമാക്കാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് കൂടിയാണ് അവിടെ ആ മിഡ്വേയിൽ അങ്ങനെ ഒരു ഡിപ്പോ ആ ഏജൻസി തുടങ്ങിയത്. ആ ഡിപ്പോയിലേക്കാണ് ഇപ്പോ ഹൈസനാജിന് നിയമനം ലഭിക്കാൻ പോകുന്നത്. ഹൈസനാജിന് അവിടെ നിയമനം ലഭിച്ചാൽ ഹൈസനാജ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആലോചനയിലേക്ക് ഈ റുഷയും ബുക്കാപ്പും അവരുടെ മറ്റു ചില സുഹൃത്തുക്കളും കടന്നു. വളരെ വ്യക്തമായ ഒരു പ്ലാനിങ് അവർ ഉണ്ടാക്കുന്നത്. ഹൈസനാജ് ആ ഡിപ്പോയിൽ എത്തിക്കഴിയുമ്പോൾ ഹൈസനാജ് പഠിക്കേണ്ടത് ആ ഡിപ്പോയാണ്. ആ ഡിപ്പോയ്ക്കുള്ളിൽ നടക്കുന്ന ഓപ്പറേഷൻസ്, ആ ഡിപ്പോയുടെ ഒരു ബ്ലൂ പ്രിന്റ്, അതെല്ലാം ഹൈസനാജ് സംഘടിപ്പിക്കണം. അങ്ങനെ അവര് ഹൈസനാജോട് പറയാൻ അവർക്കൊരു കാരണമുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടൻ കണ്ട ഏറ്റവും വലിയ ഒരു കൊള്ള സംഘടിപ്പിക്കാന്നുള്ളതാണ്. ആ ഡിപ്പോയ്ക്കകത്ത് എല്ലാ ദിവസവും കുറഞ്ഞത് 100 മില്യൺ പൗണ്ടിന്റെ നോട്ടുകളെങ്കിലും കാണും. അത് അവിടെ നിന്ന് അടിച്ചു മാറ്റിയാൽ പിന്നെ ജീവിതം സുരക്ഷിതമാവും. ആ ഡിപ്പോയ്ക്കകത്തുനിന്ന് ഈ സാധനം അടിച്ചു മാറ്റെന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചെയ്യണമെങ്കിൽ ഡിപ്പോയ്ക്ക് അകത്തും പുറത്തുമുള്ള ആളുകളെ നന്നായി പഠിക്കണം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പഠിക്കണം. 100 മില്യൺ പൗണ്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റിയാൽ ആ പൗണ്ട് ചെലവഴിക്കണ്ടേ? ആ പൗണ്ടിൽ നിന്ന് 10,000 പൗണ്ടിന് മുകളിൽ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുചെന്നാൽ ബാങ്ക് അപ്പോഴേ കൂടുതൽ പണം നിക്ഷേപിക്കുന്ന ആളുകളുടെ വിവരം മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യും. അവരെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നോട്ടിനകത്ത് ഉറപ്പായും പുതിയ നോട്ടുകളും പഴയ നോട്ടുകളും കാണും. പുതിയ നോട്ടുകളുടെ സീരിയൽ നമ്പർ ഉറപ്പായും ഡിപ്പോയിൽ ഉണ്ടാവും. അവിടെ ഒരു മോഷണം നടത്തി അവിടുന്ന് പണം അടിച്ചു മാറ്റിയാൽ ഉറപ്പായും ആ നോട്ടുകളുടെ സീരിയൽ നമ്പർ നോട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവർ ഏത് ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്താലും പിടിക്കപ്പെടും. അപ്പോ അതിനൊരു മാർഗം കണ്ടുപിടിക്കണം പണം ചെലവഴിക്കാൻ. രണ്ടാമത്തെ കാര്യം, ആ പണം കൊണ്ടുപോകാനായി വേണ്ട വാഹനങ്ങളാണ്. 100 മില്യൺ പൗണ്ട് എന്നൊക്കെ പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ആണ്. അത്രയും എടുക്കാൻ പറ്റിയാൽ അത് വലിയ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അകത്ത് ധാരാളം സെക്യൂരിറ്റി പേഴ്സൺസ് ഉണ്ടാവും. ആ സെക്യൂരിറ്റി പേഴ്സൺസിനെ കീഴടക്കി മാത്രമേ അവിടെ ഒരു കൊള്ള നടക്കത്തുള്ളൂ. ആ സെക്യൂരിറ്റി പേഴ്സൺസിനെ കീഴടക്കാൻ പറ്റിയ ആയുധങ്ങൾ ഉണ്ടാകണം. നാലാമത്തെ കാര്യം, ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, എത്ര ആയുധങ്ങൾ കയ്യിലുണ്ടെങ്കിലും അവിടെ ഒരു സെക്യൂരിറ്റി സംവിധാനം അതിശക്തമായി ഉണ്ട്. ആ സെക്യൂരിറ്റി സംവിധാനം ആ ഡിപ്പോയുടെ ഗേറ്റ് ആണ്. ആ ഗേറ്റ് തുറക്കാൻ ബലം പ്രയോഗിച്ച് പറ്റത്തില്ല. അത് തുറക്കണമെങ്കിൽ അകത്തുനിന്നേ തുറക്കാൻ പറ്റും. അകത്ത് ആ വാതിൽ തുറക്കണമെങ്കിൽ അകത്തുള്ള ആൾ തന്നെ വിചാരിക്കണം. അകത്തുള്ള ആളിനെ എങ്ങനെ അത് തുറപ്പിക്കാനുള്ള സംവിധാനമാക്കി മാറ്റാം, അതിനെക്കുറിച്ച് പഠിക്കാനായി ഈ ടീം ഒരു മീറ്റിംഗ് കൂടി. സ്റ്റുവർട്ട് റോയലിന്റെ വീട്ടിൽ വെച്ചാണ് മീറ്റിംഗ്. ആ മീറ്റിംഗിൽ സ്റ്റുവർട്ട് റോയലിന് പുറമെ വേറെ 6 പേര് കൂടി ഉണ്ട്. ആ മാർഷൽ ആർട്സ് വെന്യൂ റൺ ചെയ്യുന്ന ലിയ റൂഷയും അവിടെ ആ ഹൈസനാജിന്റെ സുഹൃത്തായ ബുക്കാപ്പയും പിന്നെ ഒരു പോൾ അലനും ലീ മറയും റോജർ സ്കൗട്ട്സുമാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്.
ആ 7 പേർക്കും അവരവരുടേതായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ശരിക്കും ഈ സെക്യൂരിറ്റീസ് ഡിപ്പോയിൽ നിന്ന് നോട്ടുകൾ അടിച്ചു മാറ്റാനുള്ള ആശയം ആദ്യം ഉണ്ടായത് ലീ മറയുടെ മനസ്സിലാണ്. ലീ മറേ ആ കാര്യം ഈ സുഹൃത്ത് വലയത്തിനടുത്ത് സംസാരിച്ചിരുന്നത് കൊണ്ടാണ് ഹൈസനാച്ച് ആ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ. അവൻ ആ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ ജോയിൻ ചെയ്തത് 2000-ലാണ്. 5 കൊല്ലക്കാലമാണ് അവൻ ആ റിക്രൂട്ട്മെന്റ് ഏജൻസി അവന് നൽകിയ റോയൽ പാലസ് എന്ന് പറയുന്ന മറ്റു സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നത്. അവിടെ ശരിക്കും വിശ്വസ്തനായി വർക്ക് ചെയ്തിരുന്ന അവൻ ആ അവസരത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അവനെ ഈ സെക്യൂരിറ്റീസ് ഡിപ്പോയിലേക്ക് അവര് ഡിപ്ലോയ് ചെയ്യുന്നത്. സെക്യൂരിറ്റീസ് ഡിപ്പോയിൽ അവൻ ഡിപ്ലോയ് ചെയ്യപ്പെട്ട സമയത്ത് അവന് ഒരു പരിശീലനം അവിടെയുള്ള ആളുകൾ നൽകി. ആ സെക്യൂരിറ്റീസ് ഡിപ്പോയുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആ പരിശീലന പരിപാടിക്കിടയിൽ പരിശീലനം നടത്തുന്ന വ്യക്തികൾ ഹൈസനാജിനോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഹൈസനാജ് ശരിക്കും പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തി ആയതുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ വിശദമായിട്ട് തന്നെ ആ ഡിപ്പോയുടെ പ്രവർത്തനങ്ങളും അവയുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഹൈസനാജിനോട് പറഞ്ഞു. അവിടെ എത്ര അലാറം ഉണ്ടെന്നും ആ അലാറം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ആ അലാറം എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും എല്ലാം ഹൈസനാജിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഹൈസനാജ് നല്ലൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ചോദ്യങ്ങൾ ഹൈസനാജ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ മറുപടികളെല്ലാം കൂടി കളക്ട് ചെയ്ത ഹൈസനാജ് അത് ആ ടീമിൽ അവതരിപ്പിച്ചു. ഹൈസനാജ് ആ ഡിപ്പോയ്ക്കകത്ത് എങ്ങനെയാണ് ഈ അലാറം സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ആളുകൾ വർക്ക് ചെയ്യുന്നത്, ഷിഫ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ആംഡ് വെഹിക്കിൾസിൽ നോട്ടുകൾ എത്തുന്നത്, അങ്ങനെ എത്തുന്ന നോട്ടുകൾ എങ്ങനെ ഇറക്കുന്നു, അതിനെ എങ്ങനെയാണ് ഉരുട്ടി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത്, അവിടെ ആ ഡിപ്പോയ്ക്കകത്ത് നോട്ടുകൾ എവിടേക്കാണ് സൂക്ഷിക്കുന്നത്, അത് എങ്ങനെയാണ് അടക്കി ചിട്ടയുമാക്കി എടുത്ത് ATMകളിലേക്ക് കൊണ്ടുപോകാനായി ചെറിയ ചെറിയ ബ്രിക്കുകൾ പോലെ ആക്കി മാറ്റുന്നത് എല്ലാം ഹൈസനാജ് ആ യോഗത്തിൽ വ്യക്തമാക്കി. ഒരു അടിപൊളി കഥയാണ് ഹൈസനാജ് പറഞ്ഞത്. ആ ഡിപ്പോ പലരും കണ്ടിട്ടുണ്ട്, റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം. പക്ഷെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അകത്ത് നടക്കുന്നത് ഇതൊക്കെ ആയിരിക്കുമെന്ന് അവർക്കൊക്കെ അറിയാം. പക്ഷെ അതിന്റെ യഥാർത്ഥമായ ഒരു വിവരണം അതിപ്പോ ഹൈസനാജ് എന്നാ കിട്ടിയത്. പക്ഷെ ഹൈസനാജ് പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് അവ്യക്തത തോന്നിയതും ലീ മറേ പറഞ്ഞു, ഹൈസനാജ്, നമുക്ക് ആ ഡിപ്പോയുടെ ചിത്രങ്ങൾ കിട്ടണം. അതിന് ഒരു സ്പൈ ക്യാമറ ഞാൻ നിനക്ക് സംഘടിപ്പിച്ചു തരാം. ആ ക്യാമറയിൽ നീ ആ ഡിപ്പോ മുഴുവൻ ഒപ്പിയെടുക്കണം. അങ്ങനെ ഒപ്പിയെടുത്താൽ നമുക്ക് ആ ഡിപ്പോയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഒരു വിവരം കിട്ടും. ഹൈസനാജ് പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് ഏറ്റു. ഒരു കടയിൽ നിന്ന് ലീ മറേ ഒരു സ്പൈ ക്യാമറ വാങ്ങിച്ചു. ആ സ്പൈ ക്യാമറ വാങ്ങിയപ്പോൾ തന്നെ കടക്കാരൻ ആ ക്യാമറ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ലീ മറയോട് പറഞ്ഞിരുന്നു. ലീ മറേ അത് അങ്ങനെ തന്നെ അദ്ദേഹത്തിന് സംഘങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ ക്യാമറ ഫിറ്റ് ചെയ്തപ്പോൾ അവർക്കൊരു അബദ്ധം പറ്റി. ആ ക്യാമറയുടെ ലെൻസിൽ ഒരു കാരണവശാലും പശ തുടരുതെന്ന് നേരത്തെ തന്നെ ആ കടക്കാരൻ പറഞ്ഞിരുന്നതാണ്. അവർ പിടിച്ചപ്പോൾ അവിടെയാണ് പശയായത്. അതോടുകൂടി ആ ക്യാമറയ്ക്ക് ഫോട്ടോ എടുക്കാനുള്ള അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള ആ കഴിവാണ് നഷ്ടമായത്. എന്തായാലും അവന്മാർ ആ ക്യാമറയുമായി കടക്കാരൻ്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ കടക്കാരൻ അത് റീപ്ലേസ് ചെയ്യാമെന്ന് സമ്മതിച്ചു. കടക്കാരന് ഈ ആളുകളുടെ ഒരു ശേഷിയെക്കുറിച്ച് ധാരണ വന്നപ്പോൾ അയാള് ഒരു ബെൽറ്റിനകത്ത് ആ ക്യാമറ പിടിപ്പിച്ചു കൊടുത്തു. ആ ബെൽറ്റ് ഹൈസനാജിനെ അയാൾ ധരിപ്പിക്കുകയും ചെയ്തു. ആ ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇനി കാര്യങ്ങൾ നടക്കേണ്ടത്. ഹൈസനാജ് പതുപോലെ ആ ബെൽറ്റ് കെട്ടി ആ ഡിപ്പോയ്ക്കകത്തെത്തി. അവിടെയുള്ള സെക്യൂരിറ്റിക്കാര് അവിടെ വരുന്ന സ്റ്റാഫുകളെ എല്ലാ ദിവസവും പരിശോധിക്കുന്ന പോലെ അങ്ങ് പരിശോധിച്ചു കിട്ടും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഹൈസനാജിന്റെ ബെൽറ്റിലെ ആ രഹസ്യ ക്യാമറ അവിടുത്തെ ആ സെക്യൂരിറ്റി ജീവനക്കാരുടെ ആ ആക്ടിവിറ്റി മുഴുവൻ ഒപ്പിയെടുക്കുകയാണ്. അവർ പോലും അറിയാതെ അവരുടെ ആക്ടിവിറ്റി ഒപ്പിയെടുത്ത ആ സ്പൈ ക്യാമറ ഹൈസനാജ് സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെയുള്ള സകല വിഷ്വലുകളും ഒപ്പിയെടുത്തു തുടങ്ങി. ഹൈസനാജ് ഡിപ്പോയുടെ എല്ലാ ഭാഗത്തും പല ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ആ ക്യാമറ അതിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഡിപ്പോയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഹൈസനാജിന്റെ ക്യാമറയിലെത്തി. ഹൈസനാജ് വിവരങ്ങൾ അകത്തുനിന്ന് ശേഖരിക്കുന്നതിനിടയിൽ പുറത്ത് നമ്മുടെ കഥാനായകൻ മറേ വളരെ വിശദമായ ഒരു നിരീക്ഷണം ഒരു ദിവസം ഒരു കാറൊക്കെ ഒതുക്കിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാള് ഈ ഡിപ്പോയുടെ മറുഭാഗത്ത് റോഡ് സൈഡിലാണ് കാർ ഒതുക്കിയിട്ടിട്ട് ഡിപ്പോ തന്നെ നോക്കുന്നത്. അയാൾ ഡിപ്പോ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അയാൾ തൊട്ടടുത്ത് പോലീസ് എത്തി. കാരണം ആ ഡിപ്പോ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണല്ലോ. മറയും മറയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെയും പോലീസ് അവിടെ നിന്ന് പൊക്കുകയും ചെയ്തു. എന്തിനാ അവിടെ വണ്ടി നിർത്തി അങ്ങോട്ട് നോക്കുന്നത് ചോദിച്ചപ്പോൾ, അല്ലേ ഈ ഡിപ്പോ എന്ന് കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാ ഇതുവഴി വന്നത്, കണ്ടപ്പോ ഒന്ന് നോക്കിപ്പോയി. വളരെ നിഷ്കളങ്കമായി മറ പറഞ്ഞ ആ മറുപടി പോലീസുകാർക്ക് അങ്ങ് ഇഷ്ടമായെങ്കിലും അവർ പറഞ്ഞു, കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ മേലാൽ ഇവിടെ വണ്ടി നിർത്തി ഡിപ്പോയിലേക്ക് നോക്കരുത്.
അങ്ങനെ ഒരു വാണിംഗ് കൊടുത്താണ് മറൈൻ സംഘങ്ങളെ അവിടെ നിന്ന് അവർ പറഞ്ഞു വിട്ടത്. ആ ഡിപ്പോ കൊള്ളയടിക്കാൻ പോകുന്ന ആളുകളാണ് ആ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നെന്ന് ശരിക്കും ആ പോലീസുകാര് അറിഞ്ഞില്ല. ഈ ഡിപ്പോയിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ ഒരു ഫാം ഹൗസ് ഇതിനിടയിൽ മറൈൻ ടീമും സംഘടിപ്പിച്ചിരുന്നു. അവിടെയാണ് ഇവർ ഒന്നിച്ചു കൂടുന്നത്. അവിടെ ഒന്നിച്ചു കൂടുന്ന അവര് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയാണ്. കൊള്ളയടിക്കുന്നതിന് മുമ്പ് അവിടെ വാഹനങ്ങൾ ഒതുക്കിയിടാനുള്ള പ്ലേസ് ആണത്. കൊള്ളയടിച്ചതിന് ശേഷം അവിടെയാണ് ആ വാഹനങ്ങൾ എത്തേണ്ടത്. അവിടെ നിന്നാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് അവര് കൊള്ളയടിക്കുന്ന ആ നോട്ടുകൾ കൊണ്ടുപോകേണ്ടത്. അത് മാത്രമല്ല ഒരു പ്രാക്ടീസ് പരിപാടിയും നടക്കണം. ഇതൊക്കെ എങ്ങനെ നടത്തണം എന്ന് ആലോചിക്കുന്നതും അവിടെ വെച്ചിട്ടാണ്. ഈ ഡിപ്പോയിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ ആ ഡിപ്പോ കൊള്ളയടിക്കാനുള്ള ഒരു ടീം താവളം അടിച്ചിരിക്കുന്ന കാര്യം ആ ഡിപ്പോയുടെ 3 വശങ്ങളിലുള്ള ആ 3 സ്റ്റേഷനിലെയും പോലീസ് സംവിധാനം അറിഞ്ഞില്ല എന്നതാണ് രസകരമായ കാര്യം. ആ ഡിപ്പോ വളരെ വളരെ സെക്യൂരിറ്റി ആവശ്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ 3 പോലീസ് സ്റ്റേഷന്റെയും ഏതാണ്ട് ഒത്തുനടുക്കായി ആ ഡിപ്പോ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നിട്ടും ആ സ്റ്റേഷനിലെ ഒരു പോലീസ് ടീം ആ ഡിപ്പോയെ നിശ്ചിത സമയത്തിൽ കൂടുതൽ നിരീക്ഷിച്ച ഒരു ടീമിനെ വാൺ ചെയ്തങ്ങ് വിടുകയാണ് ഉണ്ടായത്. ആ ഡിപ്പോയിൽ എല്ലാ ദിവസവും ഒരുപാട് നോട്ടുകൾ പുതിയതും പഴയതും എത്തും. അതിനെ മിക്സ് ചെയ്ത് വിവിധ ATMകളിലേക്ക് അയക്കുന്ന ആ പരിപാടി നടക്കുന്ന ആ സ്ഥലം അങ്ങനെ ആരെങ്കിലും നിരീക്ഷിച്ചാൽ അവരെ ഒന്ന് അഡീഷണലായി നിരീക്ഷിക്കണമെന്നുള്ള ആ സാമാന്യമായ ഒരു ബോധമുണ്ടല്ലോ, അത് ആ പോലീസുകാർക്ക് ആ സമയത്ത് ഉണ്ടായില്ല എന്നാണ് സത്യം. അതേസമയത്ത് ആ ഡിപ്പോയിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത സ്ഥലത്ത് അപരിചിതരായ ആളുകൾ വന്ന് തമ്പടിച്ചിരിക്കുന്നു. അവര് അവിടെ കൂടുന്നു, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടോ പോലീസ് ആ ഭാഗത്തേക്ക് അധികം ശ്രദ്ധിച്ചില്ല. ഈ സമയത്ത് ആ ഡിപ്പോയുടെ ചുമതലക്കാരൻ എന്ന് പറയുന്നത് കോളിൻ ഡിക്സൺ ആണ്. കോളിൻ ഡിക്സൺ ആണ് ആ ഡിപ്പോയുടെ മാനേജർ. കോളിൻ ഡിക്സൺ എന്ന ആ വ്യക്തിയെ ഈ ടീം അംഗങ്ങൾ നിരീക്ഷിച്ചു തുടങ്ങി. കോളിൻ ഡിക്സൺ എല്ലാ ദിവസവും ആ ഡിപ്പോയിൽ എത്തും. ഡിപ്പോയിൽ അയാൾ എത്തുന്നത് ഇന്ന് കിഴക്ക് നിൽക്കുന്നതാണെങ്കിൽ നാളെ എത്തുന്നത് പടിഞ്ഞാറ് നിൽക്കുന്നതായിരിക്കും. ഒരേ ദിക്കിലൂടെ അയാൾ ഒരിക്കലും അവിടേക്ക് എത്താറില്ല. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സംഘങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാക്കി. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. അയാള് വ്യത്യസ്ത കാറുകളിലാണ് അവിടെ ആ ഡിപ്പോയിൽ എത്തുന്നത്. അയാള് ആ ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അയാളെ നമ്മുടെ സംഘങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങി. ഡിക്സന്റെ ശ്രദ്ധയിൽപ്പെടാതെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഫോളോ ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഡിക്സൺ ഒരിക്കലും ഒരേ റൂട്ടിലൂടെ അയാളുടെ വീട്ടിലേക്ക് മടങ്ങാറില്ല. എല്ലാ ദിവസവും റൂട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും അയാള് പോകുന്നത് അയാളുടെ വീട്ടിലേക്കാണെന്നുള്ള കാര്യം അയാളെ ഫോളോ ചെയ്യുന്ന ആളുകൾ അറിയരുതെന്ന് അയാൾക്ക് നിർബന്ധമുള്ളതുപോലെ ഒരു തോന്നൽ അയാളെ നിരീക്ഷിച്ചപ്പോൾ നമ്മുടെ സംഘങ്ങൾക്ക് മനസ്സിലായി. ചിലപ്പോൾ അങ്ങനെ പോകാനായി ഹയർ ഒഫീഷ്യൽസിന്റെ നിർദ്ദേശം അയാൾക്കുണ്ടായിരിക്കും. എന്നാലും ഡിക്സൺ ആ വ്യക്തിയാണ് ഈ കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായി മാറേണ്ടത്. അയാളുടെ സഹായമില്ലാതെ ആ ഡിപ്പോയ്ക്കകത്ത് ഒരു മോഷണം അസംഭവ്യമാണ്. അയാളെ ഉപയോഗിച്ച് എങ്ങനെ മോഷണം നടത്താം, അതാണ് ഇപ്പോൾ ടീം ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണോ അവര് അവസാനം ഡിക്സന്റെ വീട് കണ്ടെത്തി. ഡിക്സന്റെ വീട്ടിൽ ഡിക്സന്റെ ഭാര്യയും മകനുമാണ് ഉള്ളത്. അവരുമായി നല്ല അടുപ്പമാണ് ഡിക്സന്. ഡിക്സന്റെ ആ വൾണറബിൾ ആയിട്ടുള്ള ആ എലമെന്റ്സ് ഭാര്യയും കുഞ്ഞും അവരെ തട്ടിക്കൊണ്ടുപോയാൽ ഡിക്സൺ അവർ പറയുന്ന പോലെ ചെയ്യും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഡിക്സനും അവരുടെ കസ്റ്റഡിയിൽ വേണം, എങ്കിൽ മാത്രമേ പരിപാടി നടക്കൂ. ഫോണിൽ വിളിച്ച ഡിക്സനോട് കാര്യം പറഞ്ഞാൽ ആ നിമിഷത്തിൽ ആ വിവരം മുകൾ തട്ടിലോട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽസിന് അറിയാൻ പറ്റും. ഡിക്സൺ ആ ശൈലിയിലുള്ള ഒരു അത്യുന്നത പദവി നിൽക്കുന്ന കഥാപാത്രമാണ്. അയാളുടെ വീട്ടിലേക്ക് വരുന്ന ടെലിഫോൺ കോളുകൾ നിരീക്ഷിക്കാൻ എന്തായാലും പോലീസിന് സംവിധാനം ഉണ്ടാവും. അയാളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കോള് വന്നാൽ ഉറപ്പായും ആ കോളിന്റെ വെയർഅബൌട്ട്സ് കണ്ടെത്തി ആരാണ് വിളിക്കുന്നത് കണ്ടുപിടിക്കാൻ ഈ പോലീസ് സംവിധാനത്തിന് എളുപ്പം പറ്റും. അത് നമ്മുടെ ഈ മോഷണം നടത്താൻ ശ്രമിക്കുന്ന സംഘത്തിന് ആദ്യമേ തന്നെ അറിയാവുന്ന കാര്യമാണ്. അവര് അതുകൊണ്ട് വേറൊരു പരിപാടി പ്ലാൻ ചെയ്തു. ആ പദ്ധതിക്ക് അവർ പേരിട്ടു ടൈഗർ കിഡ്നാപ്പിംഗ് പ്ലാൻ. ശരിക്കും ഇവിടെ ടൈഗർ എന്ന് വിളിക്കുന്നത് ഡിക്സനെയാണ്. ഡിക്സനാണ് അവിടുത്തെ സർവപ്രധാനമായ കേന്ദ്ര ബിന്ദു. ആ ടൈഗറെ തന്നെ കെണിയിൽപ്പെടുത്തുന്ന ഒരു പരിപാടി സംഘം പ്ലാൻ ചെയ്തു. അതോടനുബന്ധിച്ച് അവര് കുറേയേറെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ആ പർച്ചേസുകൾ ഹാൻഡ് ഗണ്ണും ഷോട്ട് ഗണ്ണും സബ് മെഷീൻ ഗണ്ണും അതുപോലെ അസാൾട്ട് റൈഫിളുകളും അവയുടെയൊക്കെ മാഗസിൻസ് ഒക്കെ ഉണ്ട്. ഇതിന് പുറമെ അവർ സംഘടിപ്പിച്ചത് ട്രക്കുകളാണ്. ഓൾവോ കമ്പനിയുടെ വാഹനം, അതുപോലെ 7.5 ടണ്ണുള്ള റെനോൾട്ടിന്റെ ഒരു ട്രക്ക്, ഒരു വെട്ര വാഹനം, പിന്നെ മറ്റൊരു വാഹനം. വെട്രയും ഓൾവയും ട്രക്കും ഇത് 3ഉമാണ് അവർക്ക് ഡിപ്പോയിലേക്ക് കൊണ്ടുവരേണ്ടത്. അതില് ഈ ഓൾവോ വാഹനത്തിന്റെ നിറം നീലയാണ്. ആ നീല നിറത്തുള്ള വാഹനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ലണ്ടനിലെ പോലീസ് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ നിറവും അതാണ്.
കണ്ടാൽ പോലീസ് വാഹനമെന്ന് തോന്നുന്ന ശൈലിയിലുള്ള ആ ഓൾവേയും ട്രക്കും അതുപോലെ വെക്ടറിയും സംഘടിപ്പിച്ച അവർ മറ്റൊരു വാഹനം കൂടി അഡീഷണലായി സംഘടിപ്പിച്ചു. ആ വാഹനം യഥാർത്ഥത്തിൽ ഈ ആയുധങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു വാഹനമാണ്. പ്ലാൻ അനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ ആ ടീമിന്റെ അടുത്ത ഘട്ടം ഓപ്പറേഷൻ ദിവസത്തെ അവരുടെ ആക്ടിവിറ്റീസ് ആണ്. ആ ഓപ്പറേഷൻ ദിവസം അവർ ഒരു കാരണവശാലും തിരിച്ചറിയാൻ പാടില്ല. CCTV ക്യാമറകൾ അവിടെ ആ ഡിപ്പോയിലും ഉണ്ട്. ആ ഡിപ്പോയിലെ ക്യാമറയ്ക്കകത്ത് അവർ പെടാൻ പാടില്ല. അതിന് അവരുടെ രൂപം തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിലുള്ള ഒരു മേക്കപ്പ് നിർമ്മിക്കാൻ അവര് തീരുമാനിച്ചു. അതിനുവേണ്ടി അവര് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ സഹായം തേടി. അതൊരു ലേഡിയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് അവരുടെ 7 പേരുടെയും മുഖത്തിന്റെ അളവെടുത്തു. ആ അളവിനനുസരിച്ച് വേണമല്ലോ മേക്കപ്പ് ഉണ്ടാക്കാൻ. നാടകങ്ങളിലും അതുപോലെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഇതുപോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അതിൽ എക്സ്പീരിയൻസ് ഉള്ള മിഷേലിനോട് അവിടെ എത്തിയ ആളുകൾ പറഞ്ഞത് അവർക്കൊരു നാടകം കളിക്കാനുണ്ടെന്നാണ്. അവരൊരു ടീമാണ്, അവർക്കൊരു ക്ലബുണ്ട്. ആ ക്ലബിന്റെ വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് നാടകം കളിക്കേണ്ടത്. 2006 ഫെബ്രുവരി 21 ആ നാടകം നടക്കുന്നത്. അന്നേക്കാണ് അവർക്ക് ആ മേക്കപ്പ് വേണ്ടത്. അത് കേട്ടതും മിഷേല് അവരുടെ അളവൊക്കെ കൃത്യമായി എടുത്ത് അവരുടെ ഓരോരുത്തരുടെയും മുഖത്തിന് അനുയോജ്യമായ അതിമനോഹരമായ മേക്കപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അവരോട് പറയുകയും ചെയ്തു. അതിനുശേഷം ആ സംഘം പോയത് ഒരു ഷോപ്പിലേക്കാണ്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക്. ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്തത് ശരിക്കും അവിടുത്തെ ലണ്ടൻ പോലീസ് ഉപയോഗിക്കുന്ന പോലീസ് യൂണിഫോമിന്റെ മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിനെ ഇനി അവർക്ക് പോലീസ് യൂണിഫോമായി കൺവേർട്ട് ചെയ്യണം. ആ യൂണിഫോം ധരിച്ച് അവരുടെ സംഘങ്ങളിൽ നിൽക്കുന്ന കണ്ടാൽ പോലീസ് അല്ലെന്ന് ആരും പറയരുത്. അത്ര പെർഫെക്ഷനിൽ വേണം അവർക്ക് തയ്ക്കാൻ. അതിനുവേണ്ടി അവരൊരു തയ്യക്കാരനെ സംഘടിപ്പിച്ചു. അയാള് അളവുകൾ എടുത്തതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള ശൈലിയിൽ യൂണിഫോമുകൾ നിർമ്മിച്ചു തുടങ്ങി. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നിടയിലും അവര് ഡിക്സനെ ഇങ്ങനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ യൂണിഫോം തച്ച് കിട്ടി യൂണിഫോം വാങ്ങുമ്പോൾ ആ തയ്യക്കടക്കാരൻ യൂണിഫോം വാങ്ങിച്ച ആളുകളോട് പറയുകയും ചെയ്തു, ഇതിട്ട് നാടകത്തിൽ അഭിനയിച്ചാൽ പോലീസ് അല്ലെന്ന് ആരും പറയില്ല. അതെ, നമ്മുടെ ലക്ഷ്യം അതാണ്. നാടകത്തിൽ അഭിനയിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ കണ്ട പോലീസിന് പോലും നമ്മൾ മനസ്സിലാവരുത്. ഒരു നാടകത്തിലേക്ക് വേണ്ടിയാണ് ആ വേഷം തയ്പ്പിക്കുന്നതെന്ന് ആ തയ്യൽക്കടക്കാരനോട് പറഞ്ഞതുകൊണ്ടാണ് അയാള് ആ പോലീസ് യൂണിഫോം അവർക്ക് തച്ചു കൊടുത്തത്. ഇതേ വാചകം തന്നെ ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് മിഷേലിന്റെ അടുത്തെത്തിയപ്പോൾ അവരും പറഞ്ഞു, നോക്ക്, ഈ മേക്കപ്പ് ഇട്ട് നിങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളെ ആരും തിരിച്ചറിയത്തില്ല. അതെ, ഞങ്ങൾ ആരും തിരിച്ചറിയാതെ അഭിനയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇഷ്ടം. അങ്ങനെ മിഷേലോട് പറഞ്ഞ അവർ ആ പ്രോസ്തറ്റിക് മേക്കപ്പ് ഒക്കെ സംഘടിപ്പിച്ച് അവിടുന്ന് അവരുടെ ആ കെന്റിലെ ഫാം ഹൗസിലേക്ക് എത്തി. എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഇനിയാണ് അവരുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായി അവരൊരു സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്പേസിൽ അവര് ഒരു വാഹനത്തിൽ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഡിക്സന്റെ കാർ ഇങ്ങനെ വരികയാണ്. ഡിക്സന്റെ കാറ് അവരെ പാസ് ചെയ്ത് പോയതും ആ ഓൾവോ വാഹനം ഡിക്സനെ ഫോളോ ചെയ്തു. ആളൊഴിഞ്ഞ അധികം തിരക്കില്ലാത്ത ഒരു ഹൈവേയിലൂടെയാണ് ഈ സമയത്ത് ഡിക്സന്റെ വാഹനം പോകുന്നത്. ശരിക്കും ഒരു ഗ്രാമ അന്തരീക്ഷത്തിലേക്ക് ഡിക്സന്റെ വാഹനം കടക്കുമ്പോൾ ഡിക്സന്റെ പുറകിൽ വരുന്ന പോലീസ് വാഹനം നീല ലൈറ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു. അതൊരു സൂചനയാണ്. നമ്മുടെ പുറകിൽ വരുന്ന പോലീസ് വാഹനം ആ നീല ലൈറ്റ് ഓണാക്കി കാണിച്ചാൽ നമ്മൾ വാഹനം നിർത്തണം. സ്വാഭാവികമായിട്ടും ഡിക്സൺ അയാളുടെ വാഹനം റോഡിന്റെ വശത്തേക്ക് നിർത്തി. ഡിക്സൺ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനം ഈ സാഹചര്യങ്ങളിൽ ഡിക്സൺ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് വ്യക്തമായ നിർദ്ദേശം ഡിക്സന് കൊടുത്തിട്ടുണ്ട്. ഡിക്സനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ കൈ കാണിച്ച് നിർത്തി വാഹനത്തിന് അടുത്തേക്ക് വരികയാണെങ്കിൽ ഡിക്സൺ ചെയ്യേണ്ടത് അവന്റെ കൈവശമുള്ള ആ ID കാർഡ് അവരെ കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ സെക്യൂരിറ്റീസ് ഡിപ്പോയുടെ മാനേജറാണ്, എനിക്കൊരു കാരണവശാലും ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡയലോഗ് പോലീസുകാരോട് പറയുകയും വേണം. അവര് എന്നിട്ടും ഡിക്സനെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഡിക്സൺ ആ വാഹനത്തിൽ പോലീസിനെ അനുഗമിക്കണം. പോലീസിന്റെ കൂടെ സ്റ്റേഷനിലേക്ക് ചെല്ലണം. സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഡിക്സനെ ചോദ്യം ചെയ്യും. അവരുടെ ചോദ്യങ്ങൾക്ക് ഡിക്സൺ വ്യക്തമായ ഉത്തരം നൽകണം. ഒരു കാരണവശാലും വഴിക്ക് വെച്ച് ഡിക്സൺ കാറിൽ നിന്ന് ഇറങ്ങരുത്. വളരെ വ്യക്തമായ ഒരു പ്രോട്ടോകോള് ഡിക്സന്റെ ഡ്യൂട്ടിയുമായി കണക്ട് ചെയ്ത് ഡിക്സന് കിട്ടിയിട്ടുണ്ട്. ആ ഡിക്സന്റെ അടുത്താണ് ഡിക്സനെ ഓവർടേക്ക് ചെയ്ത് വാഹനം നിർത്തിയ ആ ഓൾവോ വാഹനത്തിൽ നിന്ന് നമ്മുടെ കഥാപാത്രങ്ങൾ പോലീസ് യൂണിഫോമിൽ എത്തുന്നത്. പോലീസ് യൂണിഫോമിൽ ഡിക്സന്റെ കാറിനടുത്തെത്തിയ അവർ ആ കാറിന്റെ ഡോറിൽ തട്ടി വിൻഡോ താഴ്ത്താൻ പറഞ്ഞു. വിൻഡോ താഴ്ത്തിയതും ഡിക്സനോട് അവര് പറഞ്ഞു, പ്ലീസ് ഒന്ന് പുറത്തിറങ്ങണം. പെട്ടെന്ന് പോലീസ് അങ്ങനെ പറഞ്ഞതും ഡിക്സൺ പുറത്തിറങ്ങി. പോലീസ് ആവശ്യപ്പെട്ട അനുസരിച്ച് ആ
കാർ ഓഫ് ചെയ്ത് കാറിൽ തന്നെ താക്കോൽ വെച്ചിട്ടാണ് ഡിക്സൺ പുറത്തിറങ്ങിയതും ആ പോലീസ് ഉദ്യോഗസ്ഥർ ഡിക്സനെ അവരുടെ ഓൾവോ വാഹനത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അത് ആ ഓൾവിൽ വെച്ച് ചോദിക്കാമെന്ന് അതിനിടയിൽ പോലീസുകാർ ഡിക്സണോട് പറയുകയും ചെയ്തു. ഡിക്സൺ കൂടുതലൊന്നും ആലോചിക്കാതെ അവർ കാണിച്ചു കൊടുത്ത ആ ഓൾവയ്ക്ക് അകത്തേക്ക് കടന്നതും പെട്ടെന്ന് ആ ഓൾവയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഡിക്സന്റെ കയ്യിലേക്ക് വിലങ്ങ് വെച്ചു. തികച്ചും അപ്രതീക്ഷിതമായി വിലങ്ങ് വെക്കപ്പെട്ടപ്പോൾ ഡിക്സൺ ശരിക്കും ഭയന്നുപോയി. ഡിക്സനോട് പോലീസ് പറഞ്ഞു, ഭയക്കേണ്ട കാര്യമില്ല, ഞങ്ങള് ഒരു ചെക്കിംഗ് നടത്തിയപ്പോൾ ചില അസ്വാഭാവികതകൾ കണ്ടു, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് വിലങ്ങ് വെച്ചതാണ്. ഞങ്ങളിപ്പോ അന്വേഷണം പൂർത്തീകരിച്ച് മിസ്റ്റർ ഡിക്സനെ ഒഴിവാക്കിയേക്കും. അങ്ങനെ ആ ഉദ്യോഗസ്ഥന്മാർ ഒരാൾ പറയുമ്പോഴേക്കും ആ വാഹനം മൂവി തുടങ്ങി. ഡിക്സന് ഇപ്പോൾ മറ്റൊരു കാഴ്ച കാണാം. ഡിക്സൺ വന്ന വാഹനം ആരോ ഓണാക്കി അവിടെ റോഡിന്റെ ഒരു ഭാഗത്ത് ഒതുക്കി ഇട്ടിരിക്കുകയാണ്. അയാളും ഓൾവോയ്ക്കകത്ത് കയറുന്നവരെ ഓൾവോ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. ഓൾവോ മൂവ് ചെയ്യാണ്. ഓൾവോ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഡിക്സന്റെ വീട്ടിന് മുൻവശത്ത് ഒരു വാഹനം എത്തി. അതും ഒരു പോലീസ് വാഹനമാണ്. അതിനകത്തുനിന്ന് പോലീസ് യൂണിഫോം ധരിച്ച രണ്ടുപേർ പുറത്തിറങ്ങി വീട്ടിലെ ബെല്ലടിച്ചു. വാതിൽ തുറന്ന ലിൻ ഡിക്സനോടായി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു, ഒരു വലിയ ക്രാഷാണ് ഉണ്ടായത്, അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളും മകനും ഞങ്ങൾക്കൊപ്പം ഉടൻ ഹോസ്പിറ്റലിലേക്ക് വരണം. ഭയന്നുപോയ ആ സ്ത്രീ ഉടനെ മകനെ എടുത്ത് വാതിൽ പൂട്ടി അവർക്കൊപ്പം ഇറങ്ങി. മിസ്സിസ് ഡിക്സൺ മകനൊപ്പം കാറിനകത്ത് കയറി. കാർ മൂവ് ചെയ്ത് തുടങ്ങിയതും മിസ്സിസ് ഡിക്സന് ഒരു സംശയം, താൻ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു സംശയമാണ് അവർക്കുണ്ടായത്. അവർ അമ്പരപ്പോടെ ആ പോലീസുകാരെ നോക്കുമ്പോൾ ആ പോലീസുകാരിൽ ഒരാൾ മിസ്സിസ് ഡിക്സനോട് പറഞ്ഞു, മിസ് ലിൻ ഡിക്സൺ, നിങ്ങൾ സംശയിക്കുന്നത് ശരിയാണ്, ഞങ്ങള് യഥാർത്ഥ പോലീസല്ല, നിങ്ങളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല. പക്ഷേ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടമാകുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെയും മകന്റെയും ജീവനാകും. അവരെ കൊല്ലും എന്ന വാചകം ആ വ്യക്തി പറഞ്ഞില്ല. പക്ഷേ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മകനെയും ഹസ്ബൻഡിനെയും വകവരുത്തുമെന്ന് അവർ പറഞ്ഞപ്പോൾ ആ ലേഡി ശരിക്കും അങ്ങ് പാതറി. ഈ സമയത്ത് ഡിക്സനെയും കൊണ്ട് ആ ഓൾവോ കാർ അവിടെ ആ ഫാം ഹൗസിൽ എത്തിക്കഴിഞ്ഞു. ഫാം ഹൗസിൽ അവരെത്തിയതും തൊട്ടുപുറകെ മിസ്സിസ് ഡിക്സന്റെ കാറും എത്തി. തന്റെ ഭാര്യയും കുഞ്ഞും അവിടെ അവരുടെ തടവിലാണെന്നുള്ള യാഥാർത്ഥ്യം അപ്പോഴാണ് ഡിക്സൺ തിരിച്ചറിയുന്നത്. താൻ ശരിക്കും പെട്ടിരിക്കുകയാണ്. ഡിക്സനോടായി സംഘാംഗങ്ങൾ പറഞ്ഞു, മിസ്റ്റർ ഡിക്സൺ, നിങ്ങളെയോ ഭാര്യയോ കുഞ്ഞിനെയോ ഉപദ്രവിക്കാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഞങ്ങൾക്ക് ഒരു ചെറിയ ആവശ്യമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡിപ്പോയിലേക്ക് വരണം. പേടിക്കണ്ട, നിങ്ങളുടെ ഭാര്യയും കുഞ്ഞിനെയും നമുക്ക് കൂടെ കൂട്ടാം. അവിടെ എത്തിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. ആ ഡിപ്പോയ്ക്കുള്ളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ നിങ്ങളൊരു അനുവാദം വാങ്ങിത്തരണം. ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഒരു കാരണവശാലും നിങ്ങളെയോ നിങ്ങളുടെ ഭാര്യയോ കുഞ്ഞിനെയോ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ബാധിക്കത്തുമില്ല. ഞങ്ങൾ പറയുന്ന കാര്യം അനുസരിക്കാൻ വിസമ്മതിച്ചാൽ ഞങ്ങളുടെ രീതി ഞങ്ങൾക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ അവർ പറയുമ്പോൾ ഡിക്സന് അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കാണാം. AK-47 അസൾട്ട് റൈഫിൾ, സബ് മെഷീൻ ഗൺ, ഹാൻഡ് ഗൺ, ഷോട്ട് ഗൺ, എല്ലാ ആയുധങ്ങളും അവരുടെ കൈവശമുണ്ട്. അവർ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ആയുധധാരികളായ ആ 7 അംഗ സംഘം ആ 3 പേരെയും അങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോൾ ഡിക്സന് മറ്റൊരു ഓപ്ഷനും ഉണ്ടായില്ല. ഡിക്സൺ അവസാനം അവർ പറയുന്ന പോലെ ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് ആ ഓൾവോ വാഹനത്തിലേക്ക് ഡിക്സൺ കയറുന്നതും. ഡിക്സന്റെ തൊട്ടടുത്ത് പോലീസ് യൂണിഫോമിൽ ഒരാൾ ഇരിപ്പുണ്ട്. ആ ഓൾവോ വാഹനത്തിന്റെ ഏറ്റവും പുറകിലായി തോക്കിൻ മുനയിൽ മിസ്സിസ് ഡിക്സനും അവരുടെ മകനും ഉണ്ട്. ആ വാഹനത്തിന് ഫോളോ ചെയ്ത് റെനോൾട്ടിന്റെ ആ 7.5 ടണ്ണിന്റെ ലോറിയും മറ്റൊരു വാഹനമുണ്ട്. ആ 3 വാഹനങ്ങളും അവിടെ ആ ഫാം ഹൗസിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങി. അവ ലക്ഷ്യമിടുന്നത് ആ സെക്യൂരിറ്റീസ് ഡിപ്പോയാണ്. 2006 ഫെബ്രുവരി 21 രാത്രി, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 22 പുലർച്ചെ 1 മണി എന്ന് പറയാം. ആ സമയത്ത് ആ ഡിപ്പോയുടെ മുന്നിലായി ആ ഓൾവോ വാഹനം മാത്രം വന്നു നിന്നു. ആ ഓൾവോ വാഹനത്തിൽ നിന്ന് ഡിക്സനും പോലീസ് യൂണിഫോം ധരിച്ച ഒരു വ്യക്തിയും പുറത്തേക്ക് ഇറങ്ങി. അവർ 2 പേരും ആ ഡിപ്പോയ്ക്കുള്ളിലേക്ക് നടന്ന് ആളുകൾ പോകുന്ന വഴിയിലൂടെ നടന്ന് അവിടെയുള്ള ഡോറിന്റെ അടുത്തെത്തി. അവിടെ ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ അകത്തിരിക്കുന്ന ആളിന് പുറത്തു നിൽക്കുന്ന ഡിക്സനൊപ്പമുള്ള പോലീസ് ഓഫീസറെയും കാണാം. അയാള് ആ ഡോറ് താഴ്ത്തിയതും ഡിക്സൺ
അയാൾക്ക് അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും നിൽക്കാതെ ആ മനുഷ്യൻ അപ്പോൾ തന്നെ ആ ഡോറ് തുറന്നു കൊടുത്തു. സാധാരണഗതിയിൽ വൈകുന്നേരം ആ ഡിപ്പോയിൽ നിന്ന് പോകുന്ന ഡിക്സൺ രാത്രി മടങ്ങി വരാൻ പാടില്ലാത്തതാണ്. രാത്രി എന്താ പ്രത്യേകിച്ച് ഇപ്പോൾ വന്നത് എന്ന ചോദ്യം ആ സെക്യൂരിറ്റിക്കാരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ടോ ആ ഡിപ്പോയുടെ മാനേജറായ ഡിക്സൺ മടങ്ങി വന്നപ്പോൾ ആ ചോദ്യം ആ സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചില്ല. അവൻ പെട്ടെന്ന് ആ വാതിലങ്ങ് തുറക്കുകയായിരുന്നു. ഡിക്സനും ആ പോലീസ് ഉദ്യോഗസ്ഥനും ആ ചെറിയ ഡോറിലൂടെ അകത്തേക്ക് കടന്നു. അതൊരു നടപ്പാതയാണ്. അകത്തേക്ക് കടന്ന അവർ നടന്ന് ആ ഡോർ തുറന്ന സെക്യൂരിറ്റിക്കാരനെ അടുത്തെത്തിയതും ആ പോലീസുകാരൻ അയാളുടെ ഹാൻഡ് ഗണ്ണെടുത്ത് ആ സെക്യൂരിറ്റിക്കാരന്റെ തലയിൽ ഒറ്റയാടി. ആ അടി അയാളുടെ തലയിൽ പതിച്ചതും അയാള് താഴേക്ക് ഒരു ശബ്ദത്തോടെ വീണു. അയാളുടെ ബോധം അവിടെ പോയെന്ന് പറയാം. ഡിക്സൺ ഉടൻ തന്നെ ആ റൂമിലുള്ള ഒരു സ്വിച്ചിൽ വിരലമർത്തിയതും ആ പ്രധാന വാതിൽ രണ്ട് വശത്തേക്കായി മലർക്കെ തുറക്കപ്പെട്ടു. ആ വാതിലിലൂടെ ആ ട്രക്കും അനുബന്ധ വാഹനവും അതുപോലെ ഓൾവ് വാഹനവും അകത്തേക്ക് കയറി. 3 വാഹനങ്ങൾ ആ ഗേറ്റിന് ഉള്ളിലേക്ക് കയറിയതും ഗേറ്റ് അങ്ങ് അടച്ചു. അകത്തേക്ക് കയറിയ ആ വാഹനങ്ങളിൽ നിന്ന് അതിവേഗം ഡിക്സന്റെ ആളുകൾ പുറത്തിറങ്ങി. സർവാഭരണ വിഭൂഷിതർ എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തിന് എല്ലാ ഭാഗത്തും ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ആ ടീം ഡിക്സനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടന്ന് അകത്തേക്ക് വന്നു. അകത്തുണ്ടായിരുന്ന ജീവനക്കാരെ അതിവേഗം ബന്ദികളാക്കാൻ പിന്നെ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഡിക്സൺ പറയുന്നതനുസരിച്ച് ആ ബന്ദികളാക്കപ്പെട്ട ആളുകൾ ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയാണ്. അവിടെയുള്ള ആ നോട്ടുകൾ അവർക്ക് ആ ലോറിയിലേക്ക് കയറ്റേണ്ടതുണ്ട്. അതിന് ആവശ്യമായ സഹായ സഹകരണമാണ് അവിടെയുള്ള ജീവനക്കാർ ഡിക്സന് നൽകേണ്ടത്, അല്ലെങ്കിൽ ഡിക്സന് ഒപ്പമുള്ള ആളുകൾക്ക് നൽകേണ്ടത്. ഡിക്സൺ പറഞ്ഞനുസരിച്ച് ആളുകൾ സഹകരിക്കുന്നുണ്ടെങ്കിലും ഈ നോട്ട് കെട്ടുകൾ ലോറിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയയ്ക്ക് ധാരാളം കുഞ്ഞു വാഹനങ്ങൾ വേണം, ട്രോളി പോലുള്ള വാഹനങ്ങൾ. അത് ചില ബുദ്ധിയുള്ള ജീവനക്കാർ പെട്ടെന്ന് കേടാക്കി. അങ്ങനെയൊക്കെ 1-2 തടസ്സങ്ങളൊക്കെ അതിനകത്ത് ആ ജീവനക്കാർ സൃഷ്ടിച്ചെങ്കിലും ഏകദേശം 53 മില്യൺ പൗണ്ട് നോട്ടുകൾ ഇതിനിടയിൽ ആ ലോറിയിലേക്ക് മറയുടെ ആ സംഘം കയറ്റുക തന്നെ ചെയ്തു. ആ ലോറിയിൽ ഇനി സാധനം കയറ്റാൻ സ്ഥലമില്ല എന്ന് ബോധ്യമായപ്പോഴാണ് അവര് ആ വാഹനത്തിന്റെ വാതില് അടയ്ക്കുന്നത്. ഈ സമയത്ത് ആ സെക്യൂരിറ്റി ഡിപ്പോയിൽ ഇനിയും 100 മില്യൺ പൗണ്ടിന്റെ നോട്ടുകൾ ഇരിപ്പുണ്ട്. ആ നോട്ടുകൾ കയറ്റാൻ വാഹനമില്ല എന്ന ഒറ്റ കാരണത്താൽ അവർക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ആ അകത്തുള്ള ഡിക്സനെയും ഡിക്സന്റെ ഭാര്യയും കുഞ്ഞിനെയും അവിടെയുള്ള 14 ജീവനക്കാരെയും നമ്മുടെ മറയുടെ സംഘം ഒഴിഞ്ഞ കൂടുകളിലേക്ക് കയറ്റി. നേരത്തെ ആ കൂട്ടിനകത്ത് നോട്ടുണ്ടായിരുന്നു. ആ നോട്ടൊക്കെ ലോറിക്കകത്തേക്ക് കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കൂടുകൾ ഒഴിഞ്ഞല്ലോ. അവിടേക്ക് അവരെല്ലാം കയറ്റി. അവരോട് നേരത്തെ തന്നെ ഡിക്സൺ ഒരു കാരണവശാലും അലാറം പ്രസ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അലാറം പ്രസ് ചെയ്താൽ അവരെല്ലാവരും കൊല്ലപ്പെടും. തോക്കുധാരികളായി നിൽക്കുന്ന ആ ആളുകളുടെ ഗണ്ണുകൾ കാണുന്ന ഏതൊരാൾക്കും അത് വാസ്തവമാണെന്ന് അറിയുകയും ചെയ്യും. അവരെ ആ കൂട്ടിനകത്തേക്ക് കയറ്റിയ മറയെ അവരോട് പറഞ്ഞു, ഞങ്ങള് ഇവിടുന്ന് പോയി അരമണിക്കൂർ കഴിയാതെ ഒരാളും പുറത്തേക്ക് വരരുത്. പുറത്തേക്ക് വന്നാൽ ആ നിമിഷം നിങ്ങൾ കൊല്ലപ്പെടും. എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ കൊല്ലപ്പെടുന്നു പറയുന്ന കാര്യം എങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ആ സമയത്ത് ആ ഡിപ്പോയ്ക്കുള്ളിലെ ജീവനക്കാർക്ക് കഴിയുമായിരുന്നില്ല എന്നാണ് സത്യം. എന്തായാലും അരമണിക്കൂർ അവര് അനങ്ങിയില്ല. ഇതിനിടയിൽ ആ ഓൾവയും ആ 2 വാഹനങ്ങളും അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ആ കൊള്ള മുതലുമായി ആ സംഘം പുറത്തേക്ക് പോയത് 2 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയപ്പോഴാണ്. അടുത്ത അരമണിക്കൂർ സമയം അവർ വെയിറ്റ് ചെയ്യാൻ ആ കൊള്ളക്കാരെ അവരോട് പറഞ്ഞിട്ടുണ്ട്. കൃത്യം 3:14 കഴിഞ്ഞതും ആ ജീവനക്കാർ അവരെ അടച്ചിട്ടിരിക്കുന്ന ആ ചെറിയ കൂടുകൾ തുറന്ന് പുറത്തേക്കിറങ്ങി ഓടി അലാറമുള്ള ഭാഗത്തെത്തി. ശരിക്കും ഈ ഡിപ്പോയ്ക്കുള്ളിൽ ഒരുപാട് അലാറമുണ്ട്. അതിൽ ഏത് അലാറം വേണമെങ്കിലും അവർക്ക് പ്രസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഭയന്നിട്ട് അവർ ചെയ്യാതിരുന്നതാണ്. ഇപ്പോ അവർ അലാറം പ്രസ് ചെയ്തപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ബ്രിട്ടന്റെ ഏറ്റവും വലിയ പണശേഖരമുള്ള ആ കെന്റിലെ ആ സെക്യൂരിറ്റി ഡിപ്പോയിൽ നിന്ന് അലാറത്തിന് ശബ്ദം കേട്ടതും അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആ 3 പോലീസ് സ്റ്റേഷനും പെട്ടെന്ന് വിജിലന്റായി. അവിടെ ആ രാത്രിയിലും പോലീസുകാരുണ്ട്. അവർ അതിവേഗം ഡിപ്പോയിലേക്ക് ഓടിയെത്തി. ഇതിനിടയിൽ ഈ ഡിപ്പോയുമായി കണക്ട് ചെയ്തിരിക്കുന്ന വേറെയും പല സംവിധാനങ്ങൾക്കും ഈ ഇൻഫർമേഷൻ കിട്ടുകയാണ്. അഗ്നിശമന സേന ഉൾപ്പെടെ ഇതുമായി കണക്റ്റഡാണ്. അതിവേഗമാണ് വിവരം സ്പ്രെഡ് ആവുന്നത്. അവിടെ ആ സെക്യൂരിറ്റീസ് ഡിപ്പോയിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ 53 മില്യൺ പൗണ്ടിന്റെ നോട്ട് ആരൊക്കെയോ ചേർന്ന് കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഒരു ഭീകരൻ കൊള്ള. ആ കൊള്ള നടക്കുന്ന സമയത്ത് മാനേജർ ഡിക്സണും ആ ഡിപ്പോയിലുണ്ടായിരുന്നു. ഡിക്സന്റെ ഭാര്യയും കുഞ്ഞിനെയും ബന്ദികളാക്കിയാണ് ആ കൊള്ള നടത്തിയെന്നുള്ള യാഥാർത്ഥ്യവും ഈ സമയമായപ്പോൾ
പോലീസ് അറിയുകയും ചെയ്തു. ആരാണ് അവർ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി പോലീസ് അവിടെയുള്ള CCTV വിഷ്വലുകൾ പരിശോധിച്ചു തുടങ്ങി. ഓൾവോ വാഹനത്തിൽ ഡിക്സനൊപ്പം വന്നിറങ്ങിയ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖം വ്യക്തമായിട്ട് തന്നെ CCTV ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ നടപ്പാതയിലൂടെ നടന്നു വരുന്ന ഏതൊരാളെയും ക്യാമറയിൽ പതിയത്തക്ക രീതിയിലാണ് ആ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ക്യാമറ ഒപ്പിയെടുത്ത ആ രൂപം പോലീസ് വിശദമായി പരിശോധിക്കുമ്പോൾ അവർക്ക് തങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലായി. ആ വ്യക്തി ഒരു മേക്കപ്പ് ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരു പ്രോസ്തറ്റിക് മേക്കപ്പാണ്. ശരിക്കും ഒരു രൂപമാറ്റം ആ മേക്കപ്പിലൂടെ ആ വ്യക്തിയുടെ മുഖത്ത് ഉണ്ടായിട്ടുണ്ട്. അകത്ത് വേറെയും CCTV ക്യാമറകളുണ്ട്. ആ CCTV ക്യാമറകൾ ധാരാളം വിഷ്വലുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അവിടെ ആ മോഷണം, ആ കൊള്ള എങ്ങനെ നടന്നുവെന്ന് വ്യക്തമാക്കുന്ന ശൈലിയിലുള്ള വിഷ്വലുകളാണ് പോലീസിന് കിട്ടുന്നത്. പക്ഷെ ആ വിഷ്വലുകളിൽ അവര് വേറെ 6 പേരെ കൂടി കണ്ടെങ്കിലും അവരെല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത് കൃത്രിമ മുഖങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും പോലീസിന്റെ കിളി പോയതുപോലെയായി. പോലീസിനെയും ആ ഡിപ്പോക്കാരെയും മുഴുവൻ പറ്റിച്ചിരിക്കുകയാണ്. ഡിക്സനും ഭാര്യയും കുഞ്ഞും ഒക്കെ അവരെ കണ്ടതാണ്. പക്ഷേ ആ കണ്ട സമയത്ത് അവര് പ്രോസ്തറ്റിക് മുഖംമൂടി ഉപയോഗിച്ചിരുന്നതുകൊണ്ട് ആളാരാണെന്ന് അവർക്ക് അറിയത്തില്ല. സാധാരണ മനുഷ്യരെ പോലെ തന്നെ തോന്നുന്ന ഒരു മുഖമാണ് അവരുടെ യഥാർത്ഥ മുഖത്തിന് മുന്നിൽ വച്ച് പിടിപ്പിച്ചിരുന്നത്. ആ കൃത്രിമ മുഖവും ആ മുഖത്തിലൂടെ അവർ കേട്ട ശബ്ദമേ ഇപ്പോ ഡിക്സനായാലും ഭാര്യയ്ക്കായാലും അറിയും. അവര് ആ കൃത്രിമ മുഖത്തിന്റെ അടിയിലുള്ള യഥാർത്ഥ മുഖം ഏതെന്ന് ചോദിച്ചാൽ അവർക്കൊരു പിടിയില്ല. പോലീസിന് വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ. അവര് ഉടൻ തന്നെ അനവധി പോലീസ് സംഘങ്ങളെ റോഡിലോട്ട് ഇറക്കി. ആ 3 വാഹനങ്ങൾ, അത് 3ഉം ഏതാണെന്നും ആ വാഹനങ്ങളുടെ വലിപ്പം എന്താണെന്നും കൃത്യമായിട്ടും CCTV ക്യാമറകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം വളരെ എളുപ്പമാണ്. പോലീസിന്റെ ഒരു നല്ല ടീം തന്നെ റോഡിൽ അനവധി വാഹനങ്ങളുടെ സഹായത്തോടുകൂടി അന്വേഷണം ആരംഭിച്ചു. അതേസമയത്ത് തന്നെ ഹെലികോപ്റ്ററുകളും അന്വേഷണത്തിന്റെ ഭാഗമായി ആകാശത്തേക്ക് പറന്നുയർന്നു. ഒരു ആകാശ നിരീക്ഷണം തന്നെ നടക്കുകയാണ്. ഈ സമയത്ത് അവിടെ ലഭിച്ചിരിക്കുന്ന CCTV വിഷ്വലുകൾ പിന്നെയും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നേരം പുലർന്നു കഴിഞ്ഞു. വിവരം ചാനലുകളൊക്കെ അറിഞ്ഞു. സകല മാധ്യമ പ്രവർത്തകരും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആകെ ജഗപുകയായി മാറുകയാണ്. ഭരണ തലത്തിൽ വിവരം അറിഞ്ഞു കഴിഞ്ഞു. ലണ്ടന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരു കൊള്ള നടക്കുന്നത്. അർദ്ധരാത്രിയാണ് കൊള്ള നടന്നെങ്കിലും വളരെ സമർത്ഥമായാണ് ആ കൊള്ള നടന്നിരിക്കുന്നത്. ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ വാതിൽ തുറന്ന് അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ആ 53 മില്യൺ പൗണ്ടുമായി അതിസുന്ദരമായി കടന്നുപോയിരിക്കുന്ന കൊള്ളക്കാർ അവരുടെ ആ പ്രൊഫഷണലിസം ഒരു കാര്യം ഉറപ്പുവരുത്തുകയാണ്. അവർ ശരിക്കും പ്ലാന്റ് പരിപാടിയാണ് നടത്തിയിരിക്കുന്നത്. ആ വിഷ്വലുകൾ ഒന്നുകൂടെ വീണ്ടും പരിശോധിക്കുമ്പോൾ പോലീസിന് അത് കുറെ കൂടി വ്യക്തമാവുകയാണ്. അവിടെ എങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം നന്നായി അറിയാവുന്ന ആളുകളെ പോലെയാണ് അവിടെ എത്തിയ ആ 7 പേരും പെരുമാറുന്നത്. അങ്ങനെ ആ ആളുകൾ പെരുമാറണമെങ്കിൽ ആ ഡിപ്പോയ്ക്കുള്ളിലെ കൺസ്ട്രക്ഷൻ ഏത് ശൈലിയിലാണ്, ഹാളുകൾ എങ്ങനെയാണ്, മുറികൾ എങ്ങനെയാണ്, കോറിഡോർ എങ്ങനെയാണ്, എവിടെയാണ് സ്റ്റോറേജ്, എവിടെയാണ് നോട്ടുകൾ ഇരിക്കുന്നത്, ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ആരെങ്കിലും ആ ടീമിന്റെ ഭാഗമായിട്ടുണ്ടാകണം. അകത്തുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളെന്ന് പറയുമ്പോൾ അകത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അകത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ സപ്പോർട്ട് മെക്കാനിസം ഇല്ലാതെ ഈ പരിപാടി നടക്കില്ല. ആ ആളിന് ഉറപ്പായും ഈ ക്രിമിനൽസുമായി കണക്ഷൻ ഉണ്ട്. അത് മനസ്സിലാക്കിയ പോലീസ് സംഘം അവിടെയുള്ള ആ 80 വർക്കേഴ്സിന്റെ ടെലിഫോൺ നമ്പറുകൾ കളക്ട് ചെയ്ത് അവിടെ മുഴുവൻ കോൾ ഡേറ്റ റെക്കോർഡുകൾ എടുത്തു തുടങ്ങി. ആ റെക്കോർഡുകളുടെ പരിശോധന നടക്കുമ്പോൾ ഇവിടെ ആകാശത്തും ഭൂമിയിലുമായി തിരക്കിട്ട അന്വേഷണം നടക്കുകയാണ്. ശരിക്കും നല്ല തിരക്കുള്ള ആ കെന്റ് മേഖലയിൽ നിന്ന് തികച്ചും അപ്രതീക്ഷിതമായി ആ ഓൾവയും ട്രക്കും ആ കൂടെയുള്ള വാഹനവും അപ്രത്യക്ഷമായിരിക്കുകയാണ്. 22-ന്റെ പകല് പോലീസ് തലങ്ങും വിലങ്ങും തിരക്കുകയാണ്. ഹെലികോപ്റ്ററുകൾ അനുസ്യൂതം ആകാശത്തൂടെ അങ്ങനെ പറക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ട്രക്കും കാണാൻ പറ്റുന്നില്ല, ആ ഓൾവയും കാണാൻ പറ്റുന്നില്ല, അതിനോടൊപ്പമുള്ള ആ 3ാമത്തെ വാഹനത്തെ കാണാൻ പറ്റുന്നില്ല. ഈ സമയത്ത് അവിടെ ആ CCTV വിഷ്വലുകൾ പരിശോധിച്ച് അവിടെയുള്ള ആളുകളുടെ കോൾ ഡേറ്റ എടുത്ത അന്വേഷണ സംഘത്തിന് വളരെ നിർണായകമായ ഒരു വിവരം കിട്ടി. ഹൈസനാജ് എന്ന പേരുള്ള ഒരാള് 2006-ന്റെ തുടക്കത്തിലാണ് അവിടെ ജോലിക്ക് വന്നത്. കൃത്യമായി പറഞ്ഞാൽ 2005 ഡിസംബറിൽ ആ ആളിന്റെ ടെലിഫോണിലേക്ക് ധാരാളം കോളുകൾ വരുന്നതായി പോലീസിന്റെ ശ്രദ്ധയപ്പെട്ടു. ആ കോളുകളുടെ എണ്ണം മറ്റ് 79 ആളുകളെ അപേക്ഷിച്ച് ലേശം കൂടുതലാണ്. അയാൾക്ക് ഇനി എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധമുണ്ടോ? ഹൈസനാജിനെ പൊക്കിയാൽ ആ വിവരം അറിയാം. പോലീസ് ഹൈസനാജിന്റെ വെയർഅബൌട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ
ദിവസം 23 അന്ന് പോലീസിന് പക്ഷേ വലിയൊരു ബ്രേക്ക് ത്രൂ കിട്ടി. ആ ബ്രേക്ക് ത്രൂ ആ ഓൾവോ വാഹനത്തിന് രൂപത്തിലാണ് വരുന്നത്. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ ഓൾവോ വാഹനത്തെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. എന്നാലും ആ കണ്ടെത്തിയ വാഹനത്തിൽ സ്വാഭാവികമായിട്ടും പ്രതികൾ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണല്ലോ. ആ വാഹനത്തെ ഈ ഡിക്സന്റെ ഭാര്യയും ഉൾപ്പെടെ എല്ലാവരും തിരിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വാഹനത്തിനകത്തുനിന്ന് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. വിദഗ്ധരുടെ ഒരു വൻ സംഘം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിനകത്ത് വിരലടയാളങ്ങളോ തൊലിയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശേഖരിച്ച് DNA പരിശോധന നടത്തിയാൽ പ്രതികളിലേക്ക് എളുപ്പം എത്താൻ പറ്റും. അവിടെ ആ DNA പരിശോധന നടക്കുന്നതിനിടയിൽ ഹൈസനാജിനെ പോലീസ് പൊക്കി. ഹൈസനാജിനെ പൊക്കി അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവന് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും പോലീസിന് കൊടുക്കാനില്ല എന്നാണ് അവന്റെ അഭിപ്രായം. അവന് പോലീസ് ചോദ്യം ചെയ്യുന്നതിന്റെ അർത്ഥം പോലും മനസ്സിലായിട്ടില്ലെന്നാണ് അവൻ പോലീസിനോട് പറഞ്ഞത്. ഹൈസനാജിൽ നിന്ന് ആവശ്യമായ ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയില്ലെങ്കിലും പോലീസ് അവനെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അവനെ ചോദ്യം ചെയ്യുകയാണ്. അവൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവൻ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അതിനിടയിലാണ് ഏതാനും ദിവസങ്ങൾക്കകം പോലീസിന് ആ ട്രക്ക് കിട്ടുന്നത്. ആ ട്രക്ക് കണ്ടുപിടിച്ചപ്പോൾ പോലീസിന് അതിനകത്തുനിന്ന് ഒരു ലോട്ടറി കിട്ടി. അത് 1.3 മില്യൺ പൗണ്ടിന്റെ നോട്ടുകളാണ്. ആ സെക്യൂരിറ്റി ഡിപ്പോയിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ അതേ സാധനത്തിൽ ഒരു ചെറിയ അംശം അവിടെ ആ കൊള്ളക്കാർ വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഉപേക്ഷിക്കപ്പെട്ട ആയുധങ്ങളും കിട്ടി. ഇതിനിടയിൽ പത്രങ്ങളുടെയും TV ചാനലുകളുടെയും ഒരു വാർത്ത ആളുകളൊക്കെ കാണുന്നുണ്ട്. അത് 2 മില്യൺ പൗണ്ടിന്റെ പാരിതോഷിക വാർത്തയാണ്. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രയേറെ തുക ഏതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പാരിതോഷികം പ്രഖ്യാപിക്കുന്നത്. ആ കൊള്ളക്കാരെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആ സൂചനകൾ പങ്കുവച്ചാൽ 2 മില്യൺ പൗണ്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിവരം അറിയാവുന്ന ആളുകൾ സഹകരിക്കുമല്ലോ. ഇപ്പോൾ പത്രങ്ങളിലൂടെ ആളുകൾ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട്. ഈ കൊള്ളക്കാർ പ്രോസ്തറ്റിക് മേക്കപ്പ് ധരിച്ചിരുന്നു എന്നുള്ള വാർത്ത. കണ്ടാൽ ഒറിജിനൽ മുഖമാണെന്ന് തോന്നുന്ന ശൈലിയിൽ അതിമനോഹരമായ മേക്കപ്പാണ് ആ വ്യക്തികൾ ധരിച്ചിരുന്നത്. ആ മേക്കപ്പ് നന്നായി ചെയ്യാൻ അറിയാവുന്ന ആരോ ചെയ്തിരിക്കുന്നതാണ്. പോലീസിന്റെ ഒരു ടീം അങ്ങനെ പ്രൊഫഷണലായി മേക്കപ്പ് ചെയ്യുന്ന ആളുകളെ നിരീക്ഷിച്ചു തുടങ്ങുന്നതും ഈ നിമിഷത്തിലാണ്. ഹൈസൻജ് പോലീസിനോട് ആ കൊള്ള ദിവസം അവൻ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുണ്ട്. അവൻ അവന്റെ ഗേൾഫ്രണ്ടിനൊപ്പം ഒരു ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അവന്റെ മൊഴി. പോലീസ് അത് അന്വേഷിച്ചു. അത് ശരിയാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. പോലീസിന് 2 വാഹനങ്ങളാണ് ഇതിനിടയിൽ കിട്ടിയത്. 3ാമത്തെ വാഹനത്തിന് വേണ്ടി പോലീസ് തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു സൂചന കിട്ടി. ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ ആ വാഹനം പാർക്ക് ചെയ്യപ്പെട്ട നിലയിൽ കാണുന്നു എന്നാണ് ആളുകൾ വിളിച്ചു പറഞ്ഞത്. പോലീസ് സംഭവ സ്ഥലത്തെത്തി. ആഷ്ഫോർഡ് റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്പേസിലാണ് ആ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. ആ വാഹനം പരിശോധിച്ച് പോലീസിന് ആ വാഹനത്തിൽ നിന്ന് സാധാരണഗതിയിൽ കണ്ടുകിട്ടാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കിട്ടി. അതിനകത്തുനിന്ന് ഒരു സബ് മെഷീൻ ഗണ്ണും ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സും അതുപോലെ അനുബന്ധ സാധനങ്ങളും കിട്ടിയപ്പോൾ കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്ന ആ സാധനങ്ങളാണ് അതെന്ന് ആ നിമിഷം ബോധ്യമാവുകയാണ്. അതിനകത്തുനിന്ന് ബാഗുകളും കിട്ടി. ആ ബാഗിനകത്ത് 1.3 മില്യൺ പൗണ്ടിന്റെ കറൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിന് കൊള്ളയ്ക്ക് ഉപയോഗിച്ച 3 വാഹനങ്ങൾ കിട്ടിയിരിക്കുകയാണ്. ആ 3 വാഹനങ്ങളും ഈ കൊള്ള നടന്ന ആ ദിവസവും അതിൻ്റെ തലേദിവസവും അതിന് ശേഷമൊക്കെ എങ്ങനെയാണ് മൂവ് ചെയ്തെന്ന് കണ്ടെത്താൻ വേണ്ടി വിവിധ ശൈലിയിലുള്ള സാറ്റലൈറ്റ് ഡേറ്റകൾ പോലീസ് ശേഖരിച്ചു. ലണ്ടൻ നഗരത്തിനെ മുഴുവൻ സാറ്റലൈറ്റുകൾ ഒപ്പിയെടുക്കുന്നുണ്ട്. ആ ഡേറ്റകൾ പരിശോധിച്ചപ്പോൾ പോലീസിന് ഈ 3 വാഹനത്തിൻ്റെയും മൂവ്മെന്റിന്റെ ഒരു സൂചന കിട്ടി. ആ 3 വാഹനവും കൊള്ള നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പുറപ്പെട്ടിരിക്കുന്നത് ഒരേ പോയിന്റിൽ നിന്നാണ്. ആ പോയിന്റിലേക്ക് അങ്ങനെയാണ് പോലീസ് എത്തിയത്. അതൊരു ഫാം ഹൗസ് ആണ്. അനവധി പോലീസ് വാഹനങ്ങളാണ് ആ ഫാം ഹൗസിലേക്ക് ഇരച്ചെത്തിയത്. ഒരുപാട് വാഹനങ്ങൾ അവിടേക്ക് ഇരച്ചെത്തിയപ്പോൾ സമീപത്ത് താമസിക്കുന്ന ആളുകളൊക്കെ പുറത്തേക്ക് വന്നു. അവിടെ ആ ഫാം ഹൗസ് അടഞ്ഞു കിടക്കുന്ന കണ്ട പോലീസ് സംഘം സമീപത്ത് താമസിക്കുന്ന ആളുകളോട് അവിടെ ആരാണ് താമസിക്കുന്നത്, ഈ അടുത്ത കാലത്ത് ആരോ വാടകയ്ക്കെടുത്ത ഫാം ഹൗസ് ആണ് അതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. പക്ഷേ ഈ അടുത്ത കാലത്തായി അവരൊരു പ്രത്യേകത കണ്ടിരുന്നു. ധാരാളം വാഹനങ്ങൾ അവിടെ വരികയും പോവുകയും ചെയ്യുന്നതാണ് അവർ കണ്ടിട്ടുള്ളത്. ട്രക്കൊക്കെ അവിടെ വരുമായിരുന്നു. എന്തായാലും നാട്ടുകാർ പറഞ്ഞ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ഫാം ഹൗസിന്റെ വാതിൽ തകർത്ത് ആ ഫാം ഹൗസിന് അകത്തേക്ക് കടന്നു. അതിനകത്തുനിന്ന് പോലീസിന് സിലിക്ക കൊണ്ടുണ്ടാക്കിയ ഒരു മുഖംമൂടി കിട്ടി. ഈ പ്രോസ്തറ്റിക് മുഖം ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന പല സാധനങ്ങളുടെയും അവശിഷ്ടങ്ങൾ അവർക്ക് അവിടെ നിന്ന് കിട്ടുകയാണ്. അതുപോലെ ഒരു റേഡിയോ സ്കാനറും കിട്ടി. ഒരു അടിയന്തര നമ്പറുമായി എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു റേഡിയോ സ്കാനറാണ്. ആ മുഖംമൂടിയും
അനുബന്ധ സംവിധാനങ്ങളും പോലീസിന് ആ കാര്യം വ്യക്തമാക്കുകയാണ്. കൊള്ള നടത്താനുള്ള ആസൂത്രണം നടന്നിരിക്കുന്നത് ആ ഫാം ഹൗസ് വെച്ചാണ്. സ്വാഭാവികമായിട്ട് ആ ഫാം ഹൗസിന്റെ ഉടമ സ്റ്റുവർട്ട് റോയലിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുമല്ലോ. അവര് സ്റ്റുവർട്ട് റോയലിനെ അങ്ങനെയാണ് പൊക്കുന്നത്. സ്റ്റുവർട്ട് റോയലിനെ പൊക്കുന്ന ഇതേ സമയത്ത് തന്നെ അന്വേഷണ സംഘം മേക്കപ്പ് ആർട്ടിസ്റ്റുകളിലൂടെ നടത്തിയ ആ അന്വേഷണം മിഷേലിൽ എത്തുകയും ചെയ്തു. മിഷേലും ഈ വാർത്ത കണ്ടിട്ടുണ്ട്. അവൾക്ക് ആ വാർത്ത ഉണ്ടാക്കിയ ഞെട്ടല് വളരെ വളരെ വലുതാണ്. നാടകത്തിൽ അഭിനയിക്കാനായി അവൾ ഉണ്ടാക്കിക്കൊടുത്ത ആ മുഖംമൂടികൾ ഉപയോഗിച്ച് ഒരു കൊള്ള നടന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവൾക്കിപ്പോൾ അറിയാം. ആ കൊള്ളക്കാർ ആരാണെന്നും അവരുടെ മുഖം എന്താണ് യഥാർത്ഥത്തിലുള്ളതെന്നും ഈ ഭൂമിയിൽ അറിയാവുന്ന ഏക കക്ഷി ശരിക്കും മിഷേലാണ്. മിഷേൽ അവരുടെ എല്ലാ മുഖത്തിന്റെ അളവെടുത്തതിന് ശേഷമാണ് ആ കൃത്രിമ മുഖംമൂടികൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പോലീസ് മിഷേലിനെ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ മിഷേല് ആ കാര്യങ്ങളൊക്കെ പോലീസിനോട് സമ്മതിച്ചു. മിഷേല് ഈ അളവെടുക്കുന്ന വ്യക്തി മാത്രമല്ലല്ലോ, ശരിക്കും അവര് നന്നായി ആ മുഖംമൂടി നിർമ്മിക്കുന്ന വ്യക്തി കൂടിയാണ്. അവരൊരു അസാമാന്യ പ്രതിഭാശാലിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സ്കെച്ച് ആർട്ടിസ്റ്റുകൾ അവരോട് അവരുടെ മനസ്സിലുള്ള ആ മുഖംമൂടി ധരിച്ച ആളുകളുടെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് ചോദിച്ചതും അവർ നൽകിയ ആ വിശേഷണങ്ങൾക്ക് അനുസരിച്ച് ആ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ സ്കെച്ച് ആർട്ടിസ്റ്റ് വരച്ചു തീർന്നപ്പോൾ യഥാർത്ഥ പ്രതികൾ മുന്നിൽ നിൽക്കുന്ന അതേ പ്രതീതിയ ഉണ്ടായത്. അത്ര വ്യക്തമായിരുന്നു മിഷേലിന്റെ നിരീക്ഷണങ്ങളും മിഷേൽ നൽകിയ വിശേഷണങ്ങളും. അങ്ങനെയാണ് 3 പേരുടെ രേഖാചിത്രം അതീവ ഭംഗിയായി പോലീസിന്റെ കൈവശം കിട്ടുന്നത്. അതിൽ ഒരാളുടെ മുഖം കണ്ടപ്പോൾ തന്നെ പോലീസിന് ആളെ മനസ്സിലായി. അത് ഈ മാർഷൽ ആർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട MMA കോമ്പറ്റീഷൻസ് നടത്തുന്ന മറയുടേതാണ്. മറയ്ക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അയാളെ പലപ്പോഴും ആളുകൾ വാടകയ്ക്കെടുക്കും. അതിന്റെ കാരണം അയാളുടെ വേഗതയാണ്. അയാളെ വിളിക്കുക മിന്നൽ മറയെന്നാണ്. നമ്മുടെ മിന്നൽ മുരളിയെ പോലെ വേറെ കഥാപാത്രം എന്ന് പറയാം. മിന്നൽ മറയുടെ പ്രത്യേകത അതിവേഗത്തിലുള്ള അറ്റാക്കാണ്. അയാളുടെ ആ വേഗതയ്ക്ക് മുന്നിലാണ് സാധാരണഗതിയിൽ ഏതൊരു എതിരാളിയും വീണുപോകുക. ആ മിന്നൽ മറയെക്കുറിച്ച് പോലീസിന് നന്നായിട്ട് അറിയാം. അയാളുടെ ചിത്രമാണ് ഇപ്പോ മിഷേൽ പറഞ്ഞ് ആ രേഖാ ചിത്രകാരൻ വരച്ച് പോലീസിന് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മിന്നൽ മറയെ പോക്കാൻ പോലീസ് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. മിന്നൽ മറയുടെ ആ ചിത്രം കിട്ടിയതും പിന്നെ മിന്നൽ മറയെ പോലീസ് എപ്പോൾ പൊക്കിന്ന് ചോദിച്ചാൽ മതിയല്ലോ. പോലീസ് ഉടൻ മിന്നൽ മറയെ അന്വേഷിച്ച് അയാളുടെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ മിന്നൽ മറ ഇല്ല. അയാള് മിന്നലല്ലേ, അത് ശരിക്കും മാഞ്ഞുപോയി. അയാൾക്കൊപ്പം ഒരു ചിത്രം കൂടി പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നു. അതൊരു പോൾ അലന്റതാണ്. അയാളും പോലീസിന്റെ കണ്ണുപിടിച്ച് മുങ്ങിയിരിക്കുകയാണ്. പോലീസ് തങ്ങളെ തിരക്കുന്നു എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും ഈ നിമിഷത്തിൽ മറ്റാളുകൾ അറിഞ്ഞു. ഹൈസനാജിനെ ചോദ്യം ചെയ്തു തുടങ്ങിയ ആ നിമിഷം മുതൽ തങ്ങളിലേക്ക് അന്വേഷണം എത്തുമെന്ന് ഒരു ധാരണ ആ ടീമുകൾക്കുണ്ടായിരുന്നു. ബുക്കാപ്പയും ലിയ റുഷിയും പോലീസ് അവരെ തേടിയെത്തും മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ BMW പാഞ്ഞു പോകുമ്പോൾ കഷ്ടകാലത്തിന് അവരുടെ കാറിലെ ഒരു ടയർ ഒന്ന് പൊട്ടി. ഒരു ടയറേ പൊട്ടിയുള്ളൂ, പക്ഷേ പോലീസ് അവരെ പോക്കി. ഇതിനിടയിൽ മിഷേല് ആ മാസ്ക് നിർമ്മിക്കാനായി എടുത്ത അളവുകൾ, അവരുപയോഗിച്ച സാധനങ്ങൾ, അവര് കൈകാര്യം ചെയ്ത വസ്തുക്കളെല്ലാം പോലീസ് കൈപ്പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഫോറൻസിക് ലാബിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ പോലീസിന് കിട്ടുമെന്ന് പോലീസിന് അറിയാം. നാളെ ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും അവരെ കോടതിയിൽ തിരിച്ചറിയാൻ മിഷേലിന് കോടതി അനുവദിക്കണമെങ്കിലും മിഷേല് ഈ സാധനങ്ങൾ ഉണ്ടാക്കിയെന്ന് തെളിയണം. അതിനുവേണ്ടി കൂടിയാണ് അവയെല്ലാം ലാബിലേക്ക് പോലീസ് അയച്ചത്. പോലീസിന്റെ അന്വേഷണം വിവിധ സ്ഥലങ്ങളിൽ വിവിധ ശൈലിയിൽ നടക്കുന്നിടയിൽ അവിടെ ആ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്ന ആ കോമ്പൗണ്ടിനകത്തെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് 1,05,000 പൗണ്ടും കൂടി പോലീസ് കുഴിച്ചെടുത്തു. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട കാറിന്റെ ഡിക്കിക്കകത്തുനിന്ന് 30,000 പൗണ്ട് പൊക്കി. മാർച്ച് തുടങ്ങിയതോടുകൂടി പോലീസിന്റെ അന്വേഷണത്തിന്റെ രീതി അങ്ങ് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം മാറിയെന്ന് പറയാം. പ്രതികളെ പിടിക്കുന്നതല്ല ഈ പോലീസിന്റെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ആ പണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ലണ്ടനകത്തും പുറത്തുമുള്ള സെർച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളും സെർച്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് പോലീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവർ എല്ലായിടത്തും കയറി സെർച്ച് ചെയ്യുന്നതിന് പകരം വർക്ക്ഷോപ്പുകളാണ് പ്രധാനമായും സെർച്ചിങ്ങിന് ഉപയോഗിക്കുന്നത്. യുവമാരെ വാഹനങ്ങളിലായിരിക്കും ഈ പണം വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ട്രക്കും അനുബന്ധ സംവിധാനങ്ങളൊക്കെ പോലീസ് പൊക്കിയെങ്കിലും അവയ്ക്കകത്തുനിന്ന് വളരെ കുറച്ച് അളവിൽ മാത്രമാണ് പണം അവർക്ക് തിരിച്ചു കിട്ടിയത്. അനവധി വാഹനങ്ങൾ ട്രക്കിൽ നിന്ന് പണം കൊണ്ടുപോകാനായി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വാഹനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ സെർച്ചിന് ഫലമുണ്ടായി. ഒരു വർക്ക്ഷോപ്പിനകത്തുനിന്ന് അവർക്കൊരു വാൻ കിട്ടി. ഒരു ചെറിയ ട്രാൻസിറ്റ് വാനാണ്. ആ വാനിനകത്ത് നടത്തിയ പരിശോധനയിൽ പോലീസിന് ലഭിച്ചത്
19.7 മില്യൺ പൗണ്ടാണ്. അതുവരെ അവർ കണ്ടെടുത്ത ഏറ്റവും വലിയ തുക ആ വാനിനകത്ത് നിന്നാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ലണ്ടന്റെ തെക്ക് ഭാഗത്ത് നടത്തിയ തെരച്ചിലിൽ അവർക്ക് കുറച്ച് പണം കിട്ടി. അവിടുന്ന് കിട്ടിയത് 1.5 മില്യൺ പൗണ്ടാണ്. മിക്കവാറും ഈ പണം കിട്ടുന്നതൊക്കെ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒളിവ് സങ്കേതങ്ങളിൽ നിന്നൊക്കെയാണ്. ഇപ്പൊ ആരൊക്കെയാണ് ഈ ആക്ടിവിറ്റീസിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഏകദേശം ഒരു ധാരണ പോലീസിനുണ്ട്. ഓരോരുത്തരായി ചോദ്യം ചെയ്ത് വന്നപ്പോൾ 7 പേരും ആരൊക്കെയാണെന്ന് പോലീസിന് അറിയാം. അവരിൽ പലരെയും പോലീസ് പൊക്കിക്കഴിഞ്ഞു. മറയും പോൾ അലനും മൊറോക്കോയിലേക്ക് മുങ്ങി എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസിന് അറിയാം. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായി. അതുപോലെ കുറച്ച് പണം ഈ സൈപ്രസ് ഭാഗത്തേക്ക് പോയെന്നുള്ള ഒരു സൂചനയും പോലീസിന്റെ കൈവശമുണ്ട്. പക്ഷേ ഈ സൈപ്രസും ബ്രിട്ടനും തമ്മിൽ കുറ്റവാളി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു കരാറില്ലാത്തത് കൊണ്ട് കുറ്റവാളികൾ അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവരെ കിട്ടാൻ പാടാണ്. അതിപ്പോൾ പോലീസിന് അറിയാം. മറയും പോൾ അലനെയും ബാക്കിയുള്ള ആളുകളെയും കണ്ടെത്താനായി ലണ്ടൻ പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടി. ഇന്റർപോളിന് എല്ലാ രാജ്യത്തും അവരുടേതായ സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ചായി പിന്നെ ഇന്റർപോളിന്റെ അന്വേഷണം. അതിനിടയിൽ സമയം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആഴ്ചകളും മാസങ്ങളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കടന്നു പോകുന്നതിനിടയിൽ ഇന്റർപോള് അവിടെ മൊറോക്കയിലുള്ള മറയും അതുപോലെ പോൾ അലനെയും കണ്ടു. അവിടെ 2 പേരും പുതിയ വീടൊക്കെ വാങ്ങിച്ച് വാഹനങ്ങളൊക്കെ വാങ്ങി അടിപൊളിയായി ജീവിക്കുകയാണ്. ആ അടിപൊളി ജീവിതമാണ് യഥാർത്ഥത്തിൽ ഇന്റർപോളിന്റെ ശ്രദ്ധ അവരിലേക്ക് കൊണ്ടുവന്നത്. താമസിക്കുന്നത് മറയെന്നും പോളരെന്നുമുള്ള പേരിലല്ലാത്തത് കൊണ്ടാണ് ആദ്യം ആരുടെ ശ്രദ്ധയപ്പെടാതിരുന്നത്. പക്ഷെ പെട്ടെന്ന് കാശുണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് ആളുകൾ അതും ഇതൊക്കെ പറയുമല്ലോ. 2 പണക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ആ പണക്കാരെ കുറിച്ചുള്ള ചെറിയ സൂചനകൾ അവർ വഴി ഇന്റർപോളിലേക്ക് വിവരമെത്തിയപ്പോഴാണ് ഇന്റർപോള് മറയും അതുപോലെ അലനെയും പൊക്കുന്നത്. 2 പേരെയും ബ്രിട്ടന് വിട്ടുകിട്ടണം എന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ടെങ്കിലും മൊറോക്കോ വിസമ്മതിച്ചു. മൊറോക്കൻ കോടതി 2 പേരെയും 10 കൊല്ലത്തേക്ക് ശിക്ഷിച്ചു. 10 കൊല്ലം കഴിയുമ്പോൾ മറയെ ലണ്ടനിലേക്ക് കിട്ടുമെന്നാണ് ലണ്ടൻ കരുതിയെങ്കിലും മൊറോക്കൻ കോടതി ലീ മറയുടെ ശിക്ഷ ഒന്നുകൂടി പിന്നീടങ്ങ് വർദ്ധിപ്പിച്ചു. ശിക്ഷാ കാലാവധി അങ്ങനെ 25 കൊല്ലമായി. ഇതിനിടയിലാണ് 2008 ആ ഫാം ഹൗസിന്റെ ഉടമ റോയലിനെയും അതുപോലെ ആ ബുക്കാപ്പിനെയും കോടതി ശിക്ഷിക്കുന്നത്. കോടതി അവരെ ശിക്ഷിക്കുമ്പോഴും തിരിച്ചു കിട്ടാത്ത പണത്തിന്റെ അളവ് പത്രങ്ങളിൽ വലിയ ചർച്ചയാണ്. ഏകദേശം 33 മില്യൺ പൗണ്ടോളം തിരിച്ചു കിട്ടാനുണ്ട്. ഇതിനിടയിൽ ആ സെക്യൂരിറ്റീസ് ഡിപ്പോയുടെ പ്രവർത്തനവും അവസാനിച്ചിരുന്നു. ആ ഡിപ്പോയുടെ പ്രവർത്തനം HSBCയും ബാർക്ലേയും നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളിലേക്ക് സർക്കാർ അതിനെ മാറ്റിക്കൊടുക്കുകയായിരുന്നു. ശരിക്കും ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഇത്രയേറെ അന്വേഷണം നടന്ന ഒരു റോബറി കേസ് വേറെ ഉണ്ടാവില്ല. ഈ പണം കണ്ടുപിടിക്കാനും വാഹനങ്ങൾ കണ്ടുപിടിക്കാനും ആളുകളെ കണ്ടുപിടിക്കാനും ഒരുപാട് സ്ഥലങ്ങളിലേക്കും ഒരുപാട് ദൂരേക്കൊക്കെ ഈ പോലീസ് സംഘം യാത്ര ചെയ്തിരുന്നു. സൈപ്രസിലായാലും മൊറോക്കയിലായാലും ഈ പോലീസ് സംഘം അനവധി തവണയാണ് യാത്ര ചെയ്തത്. പക്ഷെ അതൊന്നും ഫലപ്പെട്ടില്ല എന്ന് മാത്രം. ഇപ്പോഴും ഒരു ചോദ്യം അങ്ങനെ നിലനിൽക്കുകയാണ്. ആ 33 മില്യൺ പൗണ്ട് എവിടെ പോയിരിക്കും? അത് കണ്ടെത്താൻ ഇന്ന് വരെ പോലീസിന് പറ്റിയിട്ടില്ല. ഒരുപാട് സിനിമകൾക്കും അതുപോലെ മറ്റ് മാധ്യമങ്ങൾക്കും വിഷയമായിട്ടുള്ള കഥ കൂടിയാണ് 2006 ഫെബ്രുവരി 21, 22 തീയതികളിലായി നടന്ന ഈ ഡിപ്പോ കൊള്ള എന്ന് പറയുന്നത്. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളകളിൽ ഒന്നായിരുന്നു ഇത്. അന്വേഷകർ അതിന്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും കോടതിയിൽ ഈ കേസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ആ മിഷേല് ഒരു യഥാർത്ഥ സാക്ഷിയായി കോടതിയിൽ വന്നത് അവരുടെ DNA ആ സാമ്പിളുകളിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ആ സാക്ഷിമൊഴികൾക്കാണ് പിന്നീട് പ്രാധാന്യമുണ്ടായത്. പണം കണ്ടെത്തിയ ഒരു വെനുവിലും ശ്രദ്ധിച്ചാൽ ഈ പ്രതികളാരും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാവും. പ്രതികളുടെ സാന്നിധ്യത്തിൽ ഒരിടത്തുനിന്ന് പോലും പണം കണ്ടെത്തിയിട്ടില്ല എന്നത് ഈ കേസിന്റെ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. എന്നിട്ടും ആ പണം ഈ പ്രതികളുമായി കണക്റ്റഡ് ആണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞത് മിഷേലിന്റെ ആ സാക്ഷിമൊഴി ഒന്നുകൊണ്ട് മാത്രമാണ്. ആ മുഖമൂടി നിർമ്മിച്ചു കൊടുത്ത അവർ അവസാനം ആ മുഖമൂടി ധരിച്ച ആളുകളെ അകത്താക്കുന്നതിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.